ഇതിന്റെ ടെൻഡൻസി വെച്ചാൽ വലിക്കുന്തോറും ഇത് ടൈറ്റ് ആവുക ചെയ്യുക. അപ്പൊ നമ്മൾ എത്രത്തോളം ഫോഴ്സ് വെക്കണം ആ കെട്ട് അത്രത്തോളം സ്ട്രോങ് ആയിട്ട് അവിടെ നിൽക്കും. അത് ഒന്നുകിൽ ബ്രേക്ക് ഡൗൺ ആയിരിക്കാം, മെക്കാനിക്കൽ ഫെയിലിയർ വെച്ചായിരിക്കാം, അല്ലെങ്കിൽ ആ വണ്ടി ആ ഒരു ഒബ്സ്റ്റക്കിളിൽ കയറി വരാത്ത സിറ്റുവേഷൻ ആയിരിക്കും. അപ്പൊ നമ്മൾ വേറൊരു വണ്ടി കൊണ്ടുവന്നിട്ട് ഇതിനെ നമ്മൾ വിഞ്ച് ഉപയോഗിക്കുന്നില്ല. ഇത്തരം കേസുകളിൽ നമ്മൾ വിഞ്ച് ഉപയോഗിക്കുന്നില്ല, വണ്ടി ഉപയോഗിച്ചിട്ടാണ് അതിനെ റിക്കവർ ചെയ്യണത്. അപ്പൊ റിക്കവർ ചെയ്യുന്ന സമയത്ത് ഒന്നുകിൽ ആ പ്രോപ്പർ നമ്മൾ റിക്കവറിക്ക് വേണ്ടി യൂസ് ചെയ്യുന്ന വണ്ടിക്ക് ഒരു പ്രോപ്പർ ട്രാക്ഷൻ ഉള്ള സർഫസ് ആണെങ്കിൽ നമ്മൾ നോർമൽ ട്രാപ്പ് ഇട്ടിട്ട് വലിച്ചു പിടിച്ചിട്ട് ആ വണ്ടിന്റെ ഫോഴ്സ് കൊണ്ടും ഈ വണ്ടി വെറുതെ ഗിയറിലിട്ടത് സ്പിൻ ചെയ്ത് സപ്പോർട്ട് കൊണ്ട് കയറി പോരാം. അപ്പൊ ആ വണ്ടിക്കും ട്രാക്ഷൻ ഇല്ലാന്ന് വിചാരിക്കാം, നല്ല ചളി. അന്ന് ഞങ്ങൾ ഡാമിൽ കുടുങ്ങുമ്പോൾ ഫുള്ള് ചളി. ഈ വലിക്കാൻ വരുന്ന വണ്ടിയും നിന്ന് കറങ്ങാണ്. പക്ഷെ വലിക്കാൻ വരുന്ന വണ്ടി കുറച്ച് അപ്പുറത്തായതുകൊണ്ട് ഓന്റെ വണ്ടിനെ ജസ്റ്റ് നീക്കാനും ഓന്റെ വണ്ടി മൂവ് ആക്കാനുള്ള ഒരു കപ്പാസിറ്റി, ഒരു ട്രാക്ഷൻ കിട്ടുന്ന സ്ഥലമാണ്. പക്ഷെ ബാക്കിലുള്ള വണ്ടി ഇതിലേക്ക് അറ്റാച്ച് ചെയ്യുമ്പോൾ ആ വണ്ടിന്റെ ലോഡും കൂടി താങ്ങിയിട്ട് വലിച്ചു പോകാനുള്ള ട്രാക്ഷൻ ആ വണ്ടിക്കില്ല. അപ്പൊ അത്തരം സിറ്റുവേഷനിൽ നമ്മൾ എന്താ ചെയ്യാ, ഈ വണ്ടിനെ മാക്സിമം ബാക്കിൽ എടുത്തിട്ട് ഇതിനെ ഫുൾ സ്പീഡിൽ മാക്സിമം ഓടിച്ച് കൊണ്ടുപോയി ഇതിനൊരു മൊമെന്റം അച്ചീവ് ചെയ്ത് ആ മൊമെന്റത്തിന്റെ ഫോഴ്സിൽ മറ്റേ വണ്ടിക്ക് ഒരു ലോഡ് കിട്ടി കയറി പോരുക. അങ്ങനത്തെ സിറ്റുവേഷനിൽ ഈ സഡൻ ഷോക്ക് ലോഡാണ് ഈ പറഞ്ഞ രണ്ട് വണ്ടിക്കും വരാൻ പോണത്. വലിക്കണ വണ്ടിക്കും വലിക്കപ്പെടുന്ന വണ്ടിക്കും നോർമൽ സ്റ്റാറ്റിക് റോപ്പാണ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ന് പറഞ്ഞൊരു വലിയായിരിക്കും വരിക. ആ വലി വരുമ്പോൾ എവിടെയാണോ ആ വണ്ടിന്റെ വീക്ക് പോയിന്റ് ഉള്ളത് അവിടെ പൊട്ടും. അന്ന് മറ്റവന്റെ ആ ടോവിംഗ് ഹുക്ക് പറഞ്ഞുകൊണ്ട് പോകുന്നു എക്സ്യൂവിന്റെ. അങ്ങനെ വലിക്കാൻ ഒരിക്കലും ഒരു കമ്പനിയും നമുക്ക് ടോവിംഗ് ഹുക്ക് തരണമില്ല, റെക്കമെൻഡ് ചെയ്യണമില്ല. ടോ ചെയ്യാൻ സ്റ്റാൻഡേർഡ് സ്റ്റാറ്റിക് റോപ്പ് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം റോപ്പുകൾ വലിച്ച് ടെൻഷൻ ആക്കി പിടിക്കണം, ഇത് ലോഡാക്കി എന്നിട്ട് മാത്രം. അപ്പൊ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ നമ്മൾ യൂസ് ചെയ്യുന്ന റോപ്പാണ് കൈനറ്റിക് റോപ്പ് എന്ന് പറയുന്നത്. ഇതിന്റെ പ്രത്യേകത ഇത് ഇലോങ്ങേറ്റ് ചെയ്യും. ഇതിന്റെ ഒരു ടാഗ് ഉണ്ടാവും, ഇതിനകത്ത് എത്ര ഈ റേഷ്യോ വരെ 1:1:2 എന്ന് പറഞ്ഞാല് 1 മീറ്റർ ലെങ്ത് ഇതിൽ ഫോഴ്സ് നോക്കുമ്പോൾ 1.2 മീറ്റർ വരെ എക്സ്റ്റെൻഡ്. കോസ്റ്റ് കൂടുതലല്ല? ആ, കോസ്റ്റ് കൂടുതലാണ്, കോസ്റ്റ് നല്ല കൂടുതലാണ്. ഒരു ഷോക്ക് ലോഡ് ആ വണ്ടിയിലും വരില്ല, ഈ വണ്ടിയിലും വരില്ല. ഇത് പയ്യെ അങ്ങോട്ട് ഇലോങ്ങേറ്റ് ചെയ്ത് ആ ഇലോങ്ങേറ്റ് ചെയ്ത് കൊടുക്കുന്ന സമയത്തൊക്കെ ഇതിൽ എനർജി സ്റ്റോർ ആവുന്നുണ്ടാവും. ആ വലിവ്, ഇതിനൊരു വലിവുണ്ടാവും. ഇതിനിങ്ങനെ തിരിച്ചു വരാനുള്ള ഒരു ടെൻഡൻസി ഈ റോപ്പിന് തന്നെ മാറ്റം കണ്ടില്ല. ഇത് 25 ഇത് നമ്മളെ വെബിംഗ് സ്ലിംഗ് പോലെ ഈ ബ്രൈഡഡ് വല ഉണ്ടല്ലോ, അതുപോലെ ചെറിയ ചെറിയ നാരായിട്ടാണ് ഫൈബറുകളാണ്. അപ്പൊ ഇതിന്റെ അടി ഇത് നമ്മള് നമുക്ക് ഏറ്റവും കൺവീനിയന്റ് യൂസ് ചെയ്യാൻ ഇതാണ് സിന്തറ്റിക് റോപ്പാണ്.